ഐസിസ് ബന്ധമുള്ള പാകിസ്ഥാൻ സംഘത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന 2 ഭീകരർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇരുവരെയും പിടികൂടിയത്. കുശിനഗർ സ്വദേശി കൃഷ്ണ മിശ്ര, ബരാബങ്കി സ്വദേശി ഡാനിയൽ അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. പോലീസ് സ്റ്റേഷനുകളിലും രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലും സ്ഫോടനം നടത്താൻ ഇരുവരും പദ്ധതിയിട്ടിരുന്നതായി ATA അറിയിച്ചിട്ടുണ്ട്. ഐസിസ് ബന്ധമുള്ള ഗുണ്ടാ നേതാവായ ഷഹ്സാദ് ഭാട്ടിക്കു വേണ്ടി ഇരുവരും പ്രവർത്തിക്കുന്നതായി ATSന് വിവരം ലഭിച്ചതാണ് നിർണായകമായത്. സോഷ്യൽ മീഡിയയിലൂടെയും പണമിടപാട് സംവിധാനങ്ങളിലൂടെയും യുവാക്കളെ സ്വാധീനിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു. ഡാനിയലിന്റെ ഫോണിൽ അനേകം പാകിസ്ഥാനി ഗുണ്ടാ നേതാക്കളുടെ ഫോൺ നമ്പറുകളും കണ്ടെത്തി. ഐസിസ് സംഘങ്ങളുമായി ബന്ധമുള്ള വീഡിയോകളും വോയിസ് സന്ദേശങ്ങളും ഫോണിൽ നിന്നും ലഭിച്ചു. മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷന്റെ വീഡിയോകളും ലൊക്കേഷനും ഇവർ അയച്ചതായി ATS കണ്ടെത്തിയിട്ടുണ്ട്. പാക് ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും ഇവർ ആയുധങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. കൃഷ്ണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതിന്റെ തെളിവുകളും ATSന് ലഭിച്ചു. ഇവരുടെ പക്കൽ നിന്നും പിസ്റ്റളുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം പൊതുസ്ഥലങ്ങളിൽ കൂട്ടവിഷബാധ നടത്താൻ ലക്ഷ്യമിട്ടുള്ള ജിഹാദി ബയോ ടെററിസം ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിരോധിത ഐസിസ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള 3 പ്രതികൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. മുഖ്യപ്രതിയായ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഡോക്ടർ സയ്യിദ് അഹമ്മദ് മൊഹിയുദ്ദീൻ, സഹപ്രതികളായ ഉത്തർപ്രദേശ് സ്വദേശികളായ ആസാദ്, മുഹമ്മദ് സുഹേൽ എന്നിവർക്കെതിരെ അഹമ്മദാബാദിലെ NIA പ്രത്യേക കോടതിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം, ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കുറ്റപത്രം സമർപ്പിച്ചു. NIAയുടെ കണക്കനുസരിച്ച് വിദേശാസ്ഥാനമായുള്ള IS ബന്ധമുള്ള ഹാൻഡ്ലർമാരുടെ മാർഗനിർദ്ദേശപ്രകാരം പ്രതികൾ പ്രവർത്തിച്ചിരുന്നുവെന്നും നിരോധിത ആയുധങ്ങളും ബയോ ടെററിസം രീതികളും ഉപയോഗിച്ച് ജിഹാദിനെ പിന്തുണയ്ക്കുന്നതിനും ഭീകരത പ്രചരിപ്പിക്കുന്നതിനുമായി ഓൺലൈനിൽ തീവ്രവാദികളാകുന്ന ദുർബലരായ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഏകോപിതമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നു. ISന്റെ ദുഷ്ട അജണ്ട നടപ്പിലാക്കുന്നതിനായി ആവണക്കിൽ സ്വാഭാവികമായി കാണപ്പെടുന്നതും രാസായുധ കൺവെൻഷന്റെ ഷെഡ്യൂൾ 1 പട്ടികപ്പെടുത്തിയിട്ടുള്ളതുമായ ശക്തമായ ജൈവ വിഷവസ്തുവായ റിസിൻ ഉപയോഗിക്കാൻ പ്രതി പദ്ധതിയിട്ടിരുന്നു. 2025 നവംബറിൽ ഒരു ടോൾ പ്ലാസയിൽ വെച്ച് അനധികൃത ആയുധങ്ങൾ, 4 ലിറ്റർ ആവണക്കെണ്ണ അടങ്ങിയ കുപ്പി, മറ്റ് കുറ്റകരമായ വസ്തുക്കൾ എന്നിവ കാറിൽ കൈവശം വെച്ചതായി ആരോപിക്കപ്പെടുന്ന ചൈനയിൽ നിന്നുള്ള MBBS ബിരുദധാരിയായ ഡോക്ടർ മൊഹിയുദ്ദീന്റെ അറസ്റ്റിനെ തുടർന്നാണ് ഗുജറാത്ത് ATS ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. ATS അന്വേഷണത്തിൽ അതേ ദിവസം തന്നെ മറ്റ് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ ഹനുമാൻഗഡിലെ ഒരു ഡെഡ് ഡ്രോപ്പ് സൈറ്റിൽ നിന്നും ആസാദും സുഹേലും പണവും നിരോധിത ആയുധങ്ങളും അടങ്ങിയ പാഴ്സലുകളും ശേഖരിച്ചതായും പിന്നീട് ഗുജറാത്തിലെ ഛത്രാലിലെ ഒരു സ്ഥലത്ത് മൊഹിയുദ്ദീന് ശേഖരിക്കാൻ എത്തിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2026 ജനുവരിയിൽ അന്വേഷണം ഏറ്റെടുത്ത ശേഷം മൊഹിയുദ്ദീനെ ഐസിസ് ദക്ഷിണേഷ്യയുടെ അമീർ സ്ഥാനം വാഗ്ദാനം ചെയ്തതായും NIA കണ്ടെത്തി. ഹൈദരാബാദിലെ തന്റെ വസതി ആവണക്കിൽ നിന്നും റെസിൻ തയ്യാറാക്കുന്നതിനായി ഒരു രഹസ്യ ലബോറട്ടറിയാക്കി അദ്ദേഹം മാറ്റിയതായും ഏജൻസി അവകാശപ്പെട്ടു. ഭീകര സംഘടനയെ നയിക്കുന്നവരുമായി ബന്ധം പുലർത്തുക, ഭീകര ഫണ്ടുകൾ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക, രഹസ്യാന്വേഷണം നടത്തുക, വിശ്വസ്ത പ്രതിജ്ഞയെടുക്കുക, നിയമവിരുദ്ധമായി ആയുധങ്ങളും വെടിക്കോപ്പുകളും ശേഖരിക്കുക എന്നിവയിലൂടെ മറ്റ് 2 പ്രതികൾ അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തതായും NIA ആരോപിച്ചു. ഏജൻസിയുടെ അഭിപ്രായത്തിൽ റിക്രൂട്ട്മെന്റ് ഏകോപനം, ഫണ്ടുകളുടെയും ആയുധങ്ങളുടെയും കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ഹാൻഡ്ലർമാരും മറ്റു പ്രതികളും തമ്മിൽ ഒരു പ്രധാന കണ്ണിയായി സുഹേൽ പ്രവർത്തിച്ചു. ഫണ്ട് സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും രഹസ്യാന്വേഷണം നടത്തുകയും നിയമവിരുദ്ധ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുകയും കടത്തുകയും ചെയ്തു. ബയാഹ് രേഖപ്പെടുത്തി ഐസിസ് പതാകകൾ തയ്യാറാക്കി എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.